അസ്സലാമലൈക്കും. ഇന്ന് റെസിപ്പി ബീഫ് അച്ചാറും ബീഫ് വരട്ടിയതുമാണ്. എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. എന്നാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അത് അരപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച്, നല്ലെണ്ണയാണ് ഇട്ടാ എടുത്തിട്ടുള്ളത്. നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. വേപ്പില ഇട്ട് കൊടുക്കുക. മൂത്ത് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ബീഫ് 1 കിലോനാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു ഒറ്റ വിസിൽ വരുമ്പോഴേക്കും ഓഫാക്കി ഇടണം. നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വിസിൽ വരുമ്പോഴേക്കും ഓഫാക്കി ഇടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. വിസിൽ കളയാതെ തന്നെ വിസിൽ പോയതിന് ശേഷം തുറന്ന് നോക്കണം. അപ്പോൾ നെയ്യും ഈ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷമാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. കാരണം ഇതിൽ തന്നെ അത്യാവശ്യം എണ്ണ ഉണ്ട്. നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ തന്നെ അത്യാവശ്യം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 3/4 കുപ്പി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അച്ചാർ തീരെ കേടുവരില്ല. ഒരു ഇത്തിരി തേനും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്കുള്ള മസാല, അച്ചാർ പൊടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മസാല വീട്ടിലുണ്ടാക്കിയത്, ഞാൻ വീട്ടിലുണ്ടാക്കിയ മസാലയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ. അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിക്കുന്നു കേട്ടോ. വീട്ടിലുണ്ടാക്കിയ മസാല എന്ന് പറയുന്നത് ഉണക്കമുളക്, അതേപോലെ ഉലുവ, കടുക് വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഉരുളിയിലാണ് ഞാൻ ബീഫ് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത്, എണ്ണല്ല ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ അത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് അത് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം തിളപ്പിച്ച് ഒന്ന് വറ്റി വരുമ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒരു ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നല്ല കറുപ്പ് കളറിലുള്ള ബീഫ് എടുക്കണമെങ്കിൽ കുറച്ച് നേരം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ അടുപ്പത്ത് വെക്കുക. അപ്പോൾ തന്നെ നല്ല കളർ മാറി കിട്ടും. നല്ല ടേസ്റ്റാണ്. ഉള്ളിയും വെളുത്തുള്ളിയും ഇതൊക്കെ നല്ല വെന്തിട്ട് അടിപൊളി ബീഫ് വരട്ടിയതാവും കേട്ടോ. ഇങ്ങനെ എടുത്ത് വെക്കണമെങ്കിൽ